സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും വിവിധ അംഗനവാടികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് LDF തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പേർ അണിനിരന്ന പ്രതിഷേധ കൂട്ടായ്മ CPIM വടകര ഏരിയ സെക്രട്ടറി TP ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആ ഭരണവൈകല്യങ്ങൾക്കെതിരായിട്ടാണ് ഇങ്ങനെയൊരു സമരം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർബന്ധിതരായിട്ടുള്ളത്. അങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ തൊട്ടടുത്ത UDF തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആയഞ്ചേരി പഞ്ചായത്തിൽ ഇതുപോലെ ഒരു സമരം നടക്കുകയുണ്ടായി. നമ്മളൊരു കാര്യം ഒന്ന് ഇതുപോലെ പരിശോധിച്ചാൽ UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം ഇത്തരം ഭരണവൈകല്യങ്ങൾക്കെതിരായി അതാത് പഞ്ചായത്തുകളിലെ വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയാണ്. അതുപോലെ സംസ്ഥാനത്തിലായാലും ഇനി കേന്ദ്രത്തിലായാലും ഇവരുടെ ഒരു വികസന സങ്കല്പം എന്ന് പറയുന്നത് അത് നാട്ടിലെ, രാജ്യത്തിലെ അല്ലെങ്കിൽ വിദേശങ്ങളിലെ ഏതാനും ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ചോർത്തിക്കൊടുത്തുകൊണ്ട് അതിലൂടെ രാജ്യത്തിന്റെ വികസനം സാധ്യമാക്കാം എന്നതാണ് കോൺഗ്രസിന്റെ വികസന സങ്കല്പം. ആ വികസന സങ്കല്പമാണ് ഈ തിരുവള്ളൂർ പഞ്ചായത്തിലും വളരെ ഭദ്രമായി ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ ഭരണസമിതിക്കാരും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ നിരവധി അംഗനവാടികൾ മേൽക്കൂരയും മതിലുകളും തകർന്ന് അപകട ഭീഷണിയിലാണ്. 2 വർഷം മുന്നേയുള്ള മഴയിൽ തകർന്ന മതിലുകൾ ഇപ്പോഴും തകർന്ന അതേ നിലയിൽ കിടക്കുന്നു. വർഷാവർഷം അംഗനവാടി നവീകരണത്തിന് ഫണ്ട് വിലയിരുത്താറുണ്ടെങ്കിലും അത് വിനിയോഗിച്ച് അതാത് സമയങ്ങളിൽ നവീകരണം പ്രവർത്തനം നടത്താത്തതുകൊണ്ടാണ് അംഗനവാടി വിഷയം ഉയർത്തി സമരം ചെയ്യേണ്ടി വന്നതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഏർപ്പാട് ചെയ്യാതെ അംഗനവാടികൾ മെയിൻ്റനൻസ് വർക്ക് നടത്താതെ ചെറിയ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. 35 അംഗനവാടികളാണ്, 2 മിനി അംഗനവാടി ഉൾപ്പെടെ 35 അംഗനവാടികളാണ് ഈ തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ആ 35 അംഗനവാടികളുടെ പ്രവർത്തനം നേരത്തെ നല്ല നിലക്ക് തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അംഗനവാടികളെ സംബന്ധിച്ച് ഒരു ഇടപെടലും നടത്തിയില്ല എന്ന് മാത്രമല്ല, ബന്ധപ്പെട്ട അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകളെ, അതുപോലെ തന്നെ പ്രദേശത്തെ വെൽഫെയർ കമ്മിറ്റിയുടെ ആളുകളെ, ഇത്തരം ആളുകളെയൊന്നും വിളിച്ചു ചേർക്കാതെ, ആലോചിക്കാതെ ഒരു ദിവസം പോലും ഇവർ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകത്തിന്റെ ഭാഗമായി തന്നെ ഇന്നത്തെ അംഗനവാടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവിടെ ചെന്ന് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഏറെ അംഗനവാടികൾ മാറിയിരിക്കുകയാണ്. ഫണ്ട് വിനിയോഗിക്കാതെ ലാപ്സായി പോയത് പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണെന്നും LDF ചൂണ്ടിക്കാട്ടി. MD രാജൻ അധ്യക്ഷനായി. NK അഖിലേഷ് സ്വാഗതം പറഞ്ഞു. KK സുരേഷ്, വള്ളിൽ ശ്രീജിത്ത്, ഗോപി നാരായണൻ, PP രാജൻ എന്നിവർ സംസാരിച്ചു.